ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാർമ റാങ്ക് ബൂസ്റ്റർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ബേസിക് പോയിൻറ്റ്സ് ആണ്. ഇത് കൂടുതൽ കുട്ടികൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഗോൾഡൻ പോയിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു എക്സാമും നമുക്ക് എളുപ്പമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതിനായിട്ട് വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ബൈ വെയ്റ്റ്. ഓക്കെ, വെയ്റ്റ് അനുസരിച്ച് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണ്? അത് സ്കിന്നാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണ്? അത് ലിവറാണ്. ഓക്കെ, ഇനി ദ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. നമുക്കറിയാം എൻഡോക്രൈൻ ഗ്ലാൻഡും ഉണ്ട്, ഏതാണ്? എക്സോക്രൈൻ ഗ്ലാൻഡും ഉണ്ട്. എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡക്റ്റുലസ് ഗ്ലാൻഡ് ആണ് കേട്ടോ. അത് ഡയറക്റ്റ്ലി എന്താണ്? നമ്മുടെ ബ്ലഡിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുകയാണ്. എക്സാമ്പിൾ എന്താണ്? ഹോർമോൺസ്. ഓക്കെ, ഇനി എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡ്? എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡക്റ്റ് ഉള്ള ഗ്ലാൻഡുകളെയാണ് നമ്മൾ എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് ഡക്റ്റ് വഴി എന്താണ്? സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ സ്വെറ്റ് ഒക്കെ എന്താണ്? ഒരു എക്സോക്രൈൻ സെക്രീഷനാണ്. ഓക്കെ, അടുത്തായിട്ട് വരുന്നത് എന്താണ്? ദ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡാണ് കേട്ടോ. ഇനി നമ്മൾ വിചാരിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ വലിയ ഗ്ലാൻഡാണെന്നല്ല. പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ സൈസ് വെച്ചിട്ട് വളരെ ചെറിയ ഗ്ലാൻഡുകളാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എ വാസ്കുലർ ലെയർ ഓഫ് സ്കിൻ. ഓക്കെ, നമ്മുടെ സ്കിന്നിൽ എന്താണ്? വാസ്കുലാരിറ്റി ഒട്ടും ഇല്ലാത്ത ലെയറിനെ നമ്മൾ എപ്പിഡെർമിസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? നമ്മുടെ ഹ്യൂമൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരാൻ കാരണം എന്താണ്? ഓക്കെ, നമ്മുടെ ഹ്യൂമൻസിലെ ഫിംഗർ പ്രിൻ്റ് വരാൻ കാരണം ഏത് സ്ട്രക്ചറാണ്? നമ്മുടെ സ്കിന്നിൻ്റെ പാപ്പില എന്ന് പറയുന്ന സ്ട്രക്ചറാണ് നമുക്ക് ഹ്യൂമൻ ഫിംഗർ പ്രിൻ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമ്മുടെ ഡെർമിസിനെയും എപ്പിഡെർമിസിനെയും സ്റ്റെബിലൈസ് ചെയ്യുന്ന ലെയറിനെ നമ്മൾ ജെർമിനേറ്റീവ് ലെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? നമ്മുടെ സ്കിന്നിലെ ഡെർമിസ് ആൻഡ് എപ്പിഡെർമിസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ലെയറിനെ നമ്മൾ എന്ത് പറയുന്നു? ജെർമിനേറ്റീവ് ലെയർ. ഓക്കെ, എപ്പിഡെർമിസിൽ മെയിനായിട്ട് എന്തൊക്കെയാണുള്ളത്? മെലാനോസൈറ്റ്സ് ഉണ്ട്, അതുപോലെ എന്താണ്? കെരാറ്റിനോസൈറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്തായിട്ട് എന്താണ്? ഡെർമിസ് ലെയറിൽ എന്തൊക്കെയാണുള്ളത്? ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ മാസ്റ്റ് സെൽസ് ഉണ്ട്, അതുപോലെ മാക്രോഫേജസ് ഉണ്ട്. ഓക്കെ, മാസ്റ്റ് സെൽസ് നമ്മൾ അലർജി ഒക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. മാസ്റ്റ് സെല്ല്, പിന്നെ ഫൈബ്രോബ്ലാസ്റ്റ് ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഡെർമിസ് ലെയറിനാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്ത് എന്താണ്? ഹൈപ്പോഡെർമിസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? സബ്ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്നു. അവിടെ മെയിനായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ അഡിപ്പോസ് ടിഷ്യൂ ആണ്. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയാണ് ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അഡിപ്പോസ് ടിഷ്യൂ ഏതൊക്കെയാണ്? ഏരിയോളർ ടിഷ്യൂ ഉണ്ട്, അതുപോലെ എന്താണ്? അഡിപ്പോസ് ടിഷ്യൂ എവിടെയാണുള്ളത്? ഹൈപ്പോഡെർമിസിലാണ് ഉള്ളത്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡെർമിസിൻ്റെയും എപ്പിഡെർമിസിൻ്റെയും ഇടയിലായിട്ട് സെറസ് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ചെറിയൊരു പാർട്ടീഷൻ പോലെ വരുന്നു. ഓക്കെ, അതിനെയാണ് നമ്മളൊരു സെപ്പറേഷൻ വരുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? സെറസ് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബ്ലിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം UV റേഡിയേഷൻ. UV എന്താണ്? ഒരു അയണൈസിങ് റേഡിയേഷൻ ആണോ, അതോ അല്ലെങ്കിൽ എന്താണ്? നോൺ അയണൈസിങ് ആണോ? UV എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നോൺ അയോണൈസിങ് റേഡിയേഷൻ ആണ് നമ്മുടെ UV റേഡിയേഷൻ. ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് എന്താണ്? 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിനെ എന്താക്കി മാറുന്നു? വൈറ്റമിൻ D ആക്കി മാറുന്നു. ഇനി സെറൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇയർ വാക്സിൻ്റെ വേറൊരു പേരാണെന്ത്? സെറൂമൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇയർ വാക്സ് വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ്? അതിന് ഡി വാക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. ഇയർ വാക്സിൻ്റെ വാക്സിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുപോലെ തന്നെ ഇയർ വാക്സിനെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ സോഡിയം ബൈകാർബണേറ്റിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് ഈസ് എ സിസ്റ്റമിക് ആൻറ്റാസിഡ് കേട്ടോ. സിസ്റ്റമിക് ആൻറ്റാസിഡിന് എക്സാമ്പിളാണ് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഡിയം ബൈകാർബണേറ്റ് ഏത് പ്രോസസ് വഴിയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം. ആ പ്രോസസ്സിൻ്റെ പേരാണ് സോൾവേ പ്രോസസ്സ് കേട്ടോ. സോൾവേ പ്രോസസ്സ്. ആ പ്രോസസ്സിലാണ് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് കേട്ടോ. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ സിസ്റ്റമിക് ആൻറ്റാസിഡ് എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? അബ്സോർബിൾ, കാരണം അത് ബ്ലഡിൽ എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ അബ്സോർബിൾ ആൻറ്റാസിഡ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് എന്താണ്? ഇയർ വാക്സിനെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തായിട്ട് എന്താണ്? നമ്മുടെ ഇയറിലുള്ള എന്താണ്? സെമി സർക്കുലർ കനാൽ. ഇത് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡൈനാമിക് ഇക്വിലിബ്രിയം പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത എന്താണ്? ബേസിലാർ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് കോക്ലിയ വെയർ ദ നെർവ് ഇമ്പൾസ് ഇനിഷ്യേറ്റ്. ഓക്കെ, കോക്ലിയയുടെ ഒരു പാർട്ടാണ് എന്ത്? ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്ത്? നെർവ് ഇമ്പൾസസിൻ്റെ എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സെമി സർക്കുലർ കനാൽ. സെമി സർക്കുലർ കനാൽ നമുക്ക് ഡൈനാമിക് ഇക്വിലിബ്രിയമാണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് ഇക്വിലിബ്രിയം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനി അടുത്ത എന്താണ്? റൈറ്റ് ഏട്രിയം. എന്താണ്? റൈറ്റ് ഏട്രിയത്തിൽ എവിടെ നിന്നൊക്കെയാണ് ബ്ലഡ് വരുന്നത് നമ്മൾ പഠിക്കണം. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിൽ മെയിനായിട്ട് 3 വെയിൻസിൽ നിന്നാണ് ബ്ലഡ് വരുന്നത്. എന്ത് ബ്ലഡ് ആയിരിക്കും വരുന്നത്? നമ്മുടെ
ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇമ്പ്യൂർ ബ്ലഡ് ആണ് മെയിനായിട്ടും വെയിൻസിൽ നിന്ന് വരുന്നത്. ഏതൊക്കെ വെയിൻസ് ആണ്? കൊറോണറി സൈനസ്, അതാണ് നമ്മൾ CNS ഇട്ടേക്കുന്നത്, CS എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. എന്താണ്? കൊറോണറി സൈനസ്. അടുത്ത എന്താണ്? ഇൻഫീരിയർ വീന കവ, നെക്സ്റ്റ് സുപ്പീരിയർ വീന കവ. ഈ 3 വെയിൻസിൽ നിന്നാണ് ഇമ്പ്യൂർ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി ലാർജസ്റ്റ് ആർട്ടറി ഏതാണ്? അയോർട്ടയാണ് അല്ലേ. ഇനി പൾമണറി റെസ്പിറേഷൻ എന്താണെന്ന് ചില ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഇറ്റ് ഇസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ബിറ്റ്വീൻ ആൽവിയോളെ ആൻഡ് ബ്ലഡ്. ഓക്കെ, ആൽവിയോളയും ബ്ലഡും തമ്മിൽ എന്താണ്? ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നതിനാണ് നമ്മൾ പൾമണറി റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലങ്സിനിടയിലുള്ള സ്പേസിനെ നമ്മൾ എന്ത് പറയുന്നു? മീഡിയാസ്റ്റൈനം എന്ന് പറയുന്നു. അടുത്തതായിട്ട് ഫാരിങ്സിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. 12 to 14 സെൻറ്റിമീറ്ററാണ് ഫാരിങ്സിൻ്റെ ലെങ്ത് വരുന്നത്. ഇനി കിഡ്നിയുടെ ലൊക്കേഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. പോസ്റ്റീരിയർ അബ്ഡോമിനൽ വോളാണ് കിഡ്നിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇനി ഗ്ലോമർലസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് എന്താണെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അത് ബ്ലഡ് ആണ് കേട്ടോ. ദ ഫ്ലൂയിഡ് എൻ്ററിങ് ഗ്ലോമർലസ് ഈസ് ബ്ലഡ്, മറക്കരുത്. ഇനി യൂറിൻ്റെ pH എത്രയാണ്? 6 ആണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ബോഡി ഫ്ലൂയിഡ്സിൻ്റെയും pH 7.35 to 7.45 ആണ് കേട്ടോ. ഇനി സോഡിയം വാട്ടർ റീടെൻഷൻ കോസ് ചെയ്യുന്ന ആരാണ്? ആൽഡോസ്റ്റിറോൺ. ഓക്കെ, ആൽഡോസ്റ്റിറോൺ എന്താണ് ചെയ്യുന്നത്? സോഡിയം വാട്ടർ റീടെൻഷൻ കോസ് ചെയ്യുന്നു. നമ്മൾ റാസ് സിസ്റ്റം ഒക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആൽഡോസ്റ്റിറോണിനെ പറ്റിയൊക്കെ പറയാം. റാസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. ഇത് എന്ത് ചെയ്യുന്നു? ഈ സിസ്റ്റം എന്താണ്? ബ്ലഡ് പ്രഷർ കൂട്ടുന്ന സിസ്റ്റമാണ് അല്ലേ. ബ്ലഡ് പ്രഷർ കൂട്ടുന്ന സിസ്റ്റമാണ് റാസ് സിസ്റ്റം. ഓക്കെ, അത് മറക്കരുത്. ഇനി അടുത്ത് എന്താണ്? ലോവർ ഈസോഫാജിയൽ സ്ഫിഞ്ചറിൻ്റെ വേറൊരു പേരാണെന്ത്? കാർഡിയാക് സ്പിഞ്ചർ എന്ന് പറയുന്നത് കേട്ടോ. ലോവർ ഈസോഫാജിയൽ സ്പിഞ്ചർ ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്പിഞ്ചർ. അത് തെറ്റിപ്പോരുത്. കാർഡിയാക്ക് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും വേറെ ഹാർട്ടുമായിട്ട് അവിടെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ഓർക്കും, പക്ഷേ അല്ല. ഇനി അടുത്ത് എന്താണ്? പോർട്ടൽ ട്രയാഡ് എന്താണെന്ന് ചോദിക്കാം. പോർട്ടൽ ട്രയാഡിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? പോർട്ടൽ വെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെപ്പാറ്റിക് ആർട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ബൈൽ ഡക്റ്റ്. ഇത് മൂന്നും കൂടെ ചേർന്നതാണ് പോർട്ടൽ ട്രയാഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കുഫർ സെൽസ്? കുഫർ സെൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ ദ മാക്രോഫേജസ് അറ്റ് ദ ലിവർ സൈനോസോയിഡ്സ്. ഓക്കെ, ലിവർ സൈനോസോയിഡ്സിൽ കാണപ്പെടുന്ന മാക്രോഫേജസിനെയാണ് നമ്മൾ കുഫർ സെൽസ് എന്ന് പറയുന്നത്. മ്യൂക്കസ് പ്രൊഡ്യൂസിങ് സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ലേഡിക് സെൽസ്. ഓക്കെ, ലേഡിക് സെൽസ് എന്താണ്? ല്യൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ടെസ്റ്റോസ്റ്റിറോൺ മെയിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഇങ്ങനെ ഓർക്ക് LH എന്ന് പറയുമ്പോൾ എന്താണ്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ. L ആണ് എല്ലായിടത്തും വരുന്നത്. ഓക്കെ, ല്യൂട്ടിനൈസിങ് ഹോർമോൺ അതെന്താണ്? ലേഡിക് സെല്ല് വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി സെമനിൻ്റെ വോളിയത്തിൻ്റെ സെമൻ ഉണ്ടല്ലോ, സെമനിൻ്റെ വോളിയത്തിൻ്റെ 60% സെമിനൽ വെസിക്കിൾസിൽ നിന്നുള്ള സെക്രീഷൻസ് ആണ്. ഓക്കെ, ഇനി പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രൊജസ്ട്രോൺ ആണ് സഹായിക്കുന്നത്. പ്രൊജസ്ട്രോൺസ് ആർ ഹെൽപ്ഫുൾ ഇൻ എന്താണ്? മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി. പ്രൊജസ്ട്രോൺ മെയിനായിട്ടും ഓവറിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഡെലിവറി സമയത്ത് ഈസ്ട്രോജൻ്റെ ലെവലായിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. LH സർജ് വഴിയാണെന്ത്? ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആവുന്നത്. നമുക്കറിയാം ഫീമെയിൽസിൽ എന്താണ്? പ്രൈമോഡിയൽ ഫോളിക്കിൾസ് ആണെന്ത്? ഇമ്മച്ചുർ ആയിട്ടുള്ള ഫോളിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമോഡിയൽ ഫോളിക്കിൾ ആണ്. ഈ ഫോളിക്കിൾ എന്താണ് മെച്ചുറായി വരുന്നതിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ഫോളിക്കിൾ LH സർജ്, അതായത് ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ സർജ് വരുമ്പോഴാണ് അത് റപ്ചറായിട്ട് ഓവുലേഷൻ നടക്കുന്നത്. ലിപ്പിഡ് ലോവറിങ് ഇൻ തൈറോയിഡ് പേഷ്യൻസ്. ഓക്കെ, തൈറോയിഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോർമൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ഉള്ളവരെയാണ് തൈറോയിഡ് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം തൈറോയിഡ് ഹോർമോൺസിന് എന്താണ്? ലിപ്പിഡ് ലോവറിങ് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി മാത്രം മതി നമുക്കിവിടെ. തൈറോയിഡിന് ഒരു കുഴപ്പമില്ല ആൾക്കാരിൽ എന്താണ്? ഈ ലിപ്പിഡ് ലോവറിങ് ആക്ഷന് വേണ്ടി നമുക്ക് തൈറോക്സിനാണ് യൂസ് ചെയ്യേണ്ടത്. തൈറോക്സിൻ ആർക്കാണ് യൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡിന് പ്രശ്നമുള്ള ആൾക്കാരിലാണ് നമ്മൾ തൈറോക്സിൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്? തൈറോയിഡ് ഹോർമോൺസിൻ്റെ ആ ലിപ്പിഡ് ലോവറിങ് ആക്ഷനെ ബെനിഫിറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽസ് നമുക്ക് എന്താണ്? തൈറോക്സിൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ലിപ്പിഡ് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ, അല്ലാതെ തൈറോയിഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്താണ് കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബ്ലഡിൽ എന്താണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ലെവൽസ് കൂടുതലായിരിക്കും അല്ലേ, കോർട്ടിസോൾ. ഓക്കെ, അതിൻ്റെ ലെവൽ വളരെ കൂടുന്ന കണ്ടീഷനാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് ഡിപ്രഷനോടും ഒക്കെ അസോസിയേറ്റഡ് ആണ് വരുന്നത് കുഷിംഗ് സിൻഡ്രോം. ഓക്കെ, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് റിലീസിങ് ഹോർമോൺസ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ മെയിനായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഓക്സിഡോസിനും വാസോപ്രസിനും ആയിരുന്നു. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിന് സഹായിക്കുന്ന ആരാണ്? പ്രൊലാക്റ്റിൻ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് പ്രൊലാക്റ്റിൻ. ഇനി ആ മിൽക്കിൻ്റെ ഇജക്ഷന് വേണ്ടി സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. അതുപോലെ എന്താണ്? ഓക്സിറ്റോസിൻ യൂട്രൈൻ കൺട്രാക്ഷന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡോപ്പമിൻ്റെ ലെവൽ കൂടിയ പ്രൊലാക്റ്റിൻ്റെ ലെവൽ കുറയുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഗൈനക്കോമാസ്റ്റിയ, നമ്മുടെ സിമറ്റിഡിൻ അതുപോലെ കീറ്റോകോണസോൾ പോലുള്ള ഡ്രഗുകൾ എന്ത് കോസ് ചെയ്യുന്നുണ്ട്? ഗൈനക്കോമാസ്റ്റിയ കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഗൈനക്കോമാസ്റ്റിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഡോപ്പമിൻ അഗോണിസ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. ബ്രോമോക്രിപ്റ്റിനൊക്കെ എന്താണ്? ഡോപ്പമിൻ അഗോണിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് അഗോണിസ്റ്റ് കൊടുക്കുമ്പോൾ എന്തോ വരുന്നു? പ്രൊലാക്റ്റിൻ്റെ ലെവൽ കുറയ്ക്കുന്നു. അങ്ങനെ ഗൈനക്കോമാസ്റ്റിയ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു.
അടുത്താണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ വേറെ പേരെന്താണ്? ഫൈലോക്വിനോൺ എന്ന് പറയും. അതുപോലെ മെനാക്വിനോൺ വൈറ്റമിൻ K2, വൈറ്റമിൻ K1 ആണ് ഫൈലോക്വിനോൺ. മെനാഡയോൺ ഉണ്ട്, അത് വൈറ്റമിൻ K3 ആണ്. ഓക്കെ, വൈറ്റമിൻസിൻ്റെ പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്നു. വൈറ്റമിൻ B1 എന്താണ്? തയമിന്. അതുപോലെ B2 റൈബോഫ്ലാവിന്. B3 നിയാസിൻ ഡെഫിഷ്യൻസി മൂലം നമുക്ക് പെല്ലാഗ്ര വരുന്നു. അതുപോലെ വൈറ്റമിൻ B5 പാൻറ്റോത്തനിക് ആസിഡ്. വൈറ്റമിൻ B6 പിരിഡോക്സിനാണ് നമ്മൾ ഐസോനിയാസിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഐസോനിയാസിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ B6 കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് എന്താണ്? പെരിഫറൽ ന്യൂറോപ്പതി കേട്ടോ, പെരിഫറൽ ന്യൂറോപ്പതി. ഇനി നമ്മൾ പറഞ്ഞു വൈറ്റമിൻ B6 പറഞ്ഞു. ഇനി വൈറ്റമിൻ B7 ഏതാണ്? ബയോട്ടിനാണ്. അതുപോലെ വൈറ്റമിൻ B9 ഏതാണ്? ഫോളിക് ആസിഡാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ്റെ പേര് പഠിക്കണം. പിന്നെ വൈറ്റമിൻ ഇയുടെ വേറെ പേരെന്താണ്? ടോക്കോഫെറോൾ ആണ്. ഓക്കെ, വൈറ്റമിൻ D3 ആണ് കൊളി കാൽസിഫെറോൾ. ഓക്കെ, ഇനി വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ അത് ക്ലോട്ടിങ്ങിന് വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 2, 7, 9, 10 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കും. വൈറ്റമിൻ കെ ഏതൊക്കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? 2, 7, 9, 10. ഓക്കെ, ഇനി എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആൻഡ് ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ്. ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ് വോളിയം എത്രയാണ്? 63% എന്താണ്? ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡ് ആണ്. ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിൽ മെയിനായിട്ടുള്ള അയോൺ ഏതാണ്? അത് പൊട്ടാഷ്യമാണ്. ഓക്കെ, പൊട്ടാഷ്യം ഇൻട്രാ സെല്ലാർ ഫ്ലൂയിഡിലാണുള്ളത്. അപ്പോൾ പൊട്ടാഷ്യം എപ്പോഴും എന്താണ്? ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ആണ് പൊട്ടാഷ്യത്തിന് നടക്കുന്നത് അല്ലേ. പൊട്ടാഷ്യം ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് നടക്കുന്നതിന് നമ്മൾ ഹൈപ്പർ പോളറൈസേഷൻ ആണ് പറയുന്നത് അല്ലേ. പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹൈപ്പർ പോളറൈസേഷൻ. അതുവഴി എന്താണ്? വാസോ ഡയലേഷൻ ആണ് സംഭവിക്കുന്നത്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും വീഡിയോയിൽ പറയാം. എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് 37% ആണ്. അവിടെ മെയിനായിട്ടും സോഡിയം ക്ലോറൈഡുമാണ് അവിടുത്തെ അയോൺസ്. കാറ്റിയോൺസ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കുമോ നെഗറ്റീവ് ചാർജ് ആയിരിക്കുമോ? കാറ്റിയോൺസിന് എന്താണ്? പോസിറ്റീവ് ചാർജും ആനിയോൺസിന് നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, ഇനി അടുത്താണ് ത്രോംബോക്സിൻ A2 ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ I2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൈക്ലോ ഓക്സിജനേസിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ത്? ത്രോംബോക്സിൻ A2 അതുപോലെ പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 എന്ന് പറയുന്നത്. മെയിനായിട്ട് COX 1 നിന്നാണിത് ഉണ്ടാകുന്നത്. ത്രോംബോക്സിൻ ഇതിന് രണ്ടിനും ഓപ്പോസിറ്റ് ആക്ഷനാണ്. ത്രോംബോക്സിൻ A2 ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു, പക്ഷേ പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 എന്താണ്? ബ്ലീഡിംഗ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയും പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 അനലോഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ആണ് മീസോപ്രോസ്റ്റോൾ, അതുപോലെ മിഫിപ്രിസ്റ്റോൺ ഒക്കെ. പിന്നെ അൽപ്രോസ്റ്റാഡിലൊക്കെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗാണ് കേട്ടോ. നമ്മൾ ഈ ആസ്പിരിൻ പോലുള്ള ഡ്രഗിൻ്റെ കൂടെ ആസ്പിരിൻ നമുക്കറിയാം ബ്ലീഡിങ് കോസ് ചെയ്യുന്ന ഡ്രഗാണ് കേട്ടോ ആസ്പിരിൻ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം വേറെ വീഡിയോയിൽ. അപ്പോൾ ആസ്പിരിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററായിട്ട് നമുക്ക് ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് E1 അനലോഗ് മീസോപ്രോസ്റ്റോൾ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ മീസോപ്രോസ്റ്റോൾ എന്താണ്? അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി അടുത്താണ് പോളിസൈത്തീമിയ എന്ന് പറയുന്ന ടേം എടുത്ത് ചോദിക്കാറുണ്ട്. നമ്മുടെ ബ്ലഡിൽ RBCയുടെ നമ്പർ കൂടുന്നതിനെയാണ് നമ്മൾ പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി ഒക്കെ കൂടുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് മൈക്രോസൈറ്റിക് RBC ആൻഡ് ഹൈപ്പോക്രോമിക് ഹീമോഗ്ലോബിൻ. ഓക്കെ, RBCയുടെ സൈസ് വളരെ കുറവായിരിക്കും കേട്ടോ. RBCയുടെ സൈസ് മൈക്രോസൈറ്റിക് ആണ് കേട്ടോ. ഹൈപ്പോക്രോമിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹീമോഗ്ലോബിൻ്റെ ആ ഒരു കളറൊക്കെ വളരെ കുറവായിരിക്കും. നമ്മളറിയാം അയൺ പോയിസണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിഡോട്ട് ഏതായിരുന്നു? ഡെസ്ഫെറോക്സമൈൻ. ഓക്കെ, ആൻറ്റിഡോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ പോയിസണിങ്ങിൽ ഏതാണ്? ഡെസ്ഫെറോക്സമൈൻ. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ചോദിക്കട്ടെ, ബെൻസോഡൈസപ്പിൻ പോയിസണിങ്ങിൽ നമ്മൾ ഏതാണ് ചോദിക്കുന്നത്? അതൊക്കെ ഈ എയിംസിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബെൻസോഡൈസപ്പിൻ പോയിസണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലൂമാസെനിൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാറുണ്ട് ഈ കോളിനെസ്റ്ററൈസ് റിയാക്ടിവേറ്റർ. നമ്മൾ ഏത് പോയിസണിങ്ങിലാണ് ഉപയോഗിക്കുന്നത്? ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിങ് ഉണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിഡോട്ട് ഏതൊക്കെയായിരുന്നു? അട്രോപ്പിൻ പ്ലസ് പ്രാലിഡോക്സൈം ആണ് കേട്ടോ. ഇനി കാർബമൈഡ് പോയിസണിങ്ങിൽ നമ്മൾ പ്രാലിഡോക്സൈം യൂസ് ചെയ്യത്തില്ല, അട്രോപ്പിൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്ത എന്താണ്? ഒപ്സോണിൻസ് എന്താണ്? ഒപ്സോണിൻസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ സ്പെഷ്യൽ പ്രോട്ടീൻസ് വിച്ച് ഹെൽപ്പ് ഇൻ ഫാഗോസൈറ്റോസ് കേട്ടോ. സെൽ ഈറ്റിങ്ങിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസ് എന്ന് പറയുന്നത്. സെൽ ഡ്രിങ്കിങ്ങിനെ നമ്മൾ എന്ത് പറയുന്നു? പീനോസൈറ്റോസ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് അപ്ലാസ്റ്റിക് അനീമിയ, പെർണീഷ്യസ് അനീമിയ? എപ്ലാസ്റ്റിക് എന്നുള്ള വാക്കെന്ന് പറയും. ഇപ്പോൾ എവിടെയാണ് ഈ പ്ലാസ്റ്റിക്? ആ എപ്ലാസ്റ്റിക് എന്നുള്ള ടേം. എപ്ലാസ്റ്റിക് അനീമിയ മീൻസ് ബോൺ മാരോ സപ്രഷൻ മൂലം ഉണ്ടാകുന്ന അനീമിയാണ് നമ്മൾ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി പെർണീഷ്യസ് അനീമിയ ഇറ്റ്സ് എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. പെർണീഷ്യസ് അനീമിയ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻട്രിൻസിക് ഫാക്ടർ നശിപ്പിക്കപ്പെടുന്നു കേട്ടോ. ഇൻട്രിൻസിക് ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം ഇൻട്രിൻസിക് ഫാക്ടർ എന്തെങ്കിലും ഡിസ്ട്രക്റ്റ് ആയി പോകുന്നു, അങ്ങനെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ഇനി ലൊക്കേഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്പിനോയിഡ് ബോൺ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്പിനോയിഡ് ബോൺ, ബട്ടർഫ്ലൈ ഷേപ്ഡ് സ്പിനോയിഡ് ബോണിൽ ടർക്സ് സാഡിലല്ലേ സെല്ല ടർസിക്ക, അവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി മെനിഞ്ചൽ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെളിയിൽ നിന്ന് അകത്തോട്ട് ഞാൻ പറയാം. ഔട്ട്വേർഡ് ടു ഇൻവേർഡ് ഓർഡറാണ്.
വെളിയിൽ ഏറ്റവും പുറത്തായിട്ട് ഡ്യൂറ മാറ്റർ കാണുന്നു, അതിന് തൊട്ടകത്തായിട്ട് അരക്നോയിഡ് മാറ്റർ, ഏറ്റവും ഉള്ളിൽ അത് ബ്രെയിനോട് ചേർന്ന് നിൽക്കുന്ന ഏതാണ് പയാ മാറ്റർ ആണ്. ഓക്കെ, നമ്മൾ ഈ സബ് അരക്നോയിഡ് സ്പേസിലാണ് നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. അവിടെ നമുക്ക് എന്താണ് സബ് അരക്നോയിഡ് വില്ലൈ ഒക്കെ ഉണ്ട്. അതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ആ ഒരു ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി എന്താണ് സെറിബ്രൽ അക്വിഡക്റ്റ്? സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഹാർട്ടിന് എന്തുണ്ട്, വെൻട്രിക്കിൾസ് ഉണ്ട്. ഓക്കെ, എന്താണ് റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്. അതുപോലെ നമ്മുടെ ബ്രെയിനിനും എന്താണ് വെൻട്രിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇത് എന്താണ് ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസിൽ എന്താണ് ഫില്ലായിട്ടിരിക്കുന്നത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ് ഫില്ലായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾ മെയിനായിട്ട് തേർഡ് വെൻട്രിക്കിൾ, ഫോർത്ത് വെൻട്രിക്കിൾ ഓഫ് ദി ബ്രെയിൻ ഒക്കെ കണക്ട് ചെയ്യുന്ന ആര് വഴിയാണ്? സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വഴിയാണ് കേട്ടോ. നെക്സ്റ്റ് കോർപ്പസ് കാലോസം. കോർപ്പസ് കാലോസം ഈസ് എ വൈറ്റ് മാറ്റർ കമ്മീഷറൽ ട്രാക്ട്. ഇതൊരു വൈറ്റ് മാറ്ററിൻ്റെ പാർട്ടാണ് കേട്ടോ. വൈറ്റ് മാറ്ററിലെ എന്ത് ട്രാക്റ്റ് ആണ്? കമ്മീഷറൽ ട്രാക്റ്റ് ആണ് കേട്ടോ, അത് മറക്കരുത്. വൈറ്റ് മാറ്റർ കമ്മീഷറൽ ട്രാക്റ്റ് ആണ് കോർപ്പസ് കാലോസം. ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആരാണ്? അതാണ് ലിംബിക് സിസ്റ്റം കേട്ടോ. ലിംബിക് സിസ്റ്റമാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ. ഇനി ബ്രെയിൻ ഓഫ് ഗട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്രെയിൻ ഓഫ് ഗട്ട് എൻഡറിക് നെർവസ് സിസ്റ്റം ആണ് കേട്ടോ. ഇനി ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് അമിഗ്ഡാല ആൻഡ് ഹിപ്പോ ക്യാമ്പസ്. ഹിപ്പോ ക്യാമ്പസ് ആണ് നമ്മുടെ ഈ ലോങ് ടേം ഷോർട്ട് ടേം ലോങ് ടേം മെമ്മറിക്കൊക്കെ സഹായിക്കുന്ന ആരാണ്? ഹിപ്പോ ക്യാമ്പസ് ആണ്. ഇനി അമിഗ്ഡാല എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഓഫ് ഫിയർ, നമുക്ക് ആ ഭയം അല്ലെ എന്താണ് പേടി എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിന് കാരണമാവുന്ന അമിഗ്ഡാല എന്ന് പറഞ്ഞ പാർട്ടാണ്. ഇത് രണ്ടും എന്താണ് ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും എന്താണ് കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും കണ്ടുവരുന്ന ബേസിക് ആയിട്ടുള്ള ഫാർമ പാർട്ട് കേട്ടോ. ഇനിയും നമുക്ക് കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ ഗോൾഡൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം. എല്ലാ ഒരു ഫാർമ സ്റ്റുഡൻറ്റും അല്ലെങ്കിൽ എല്ലാ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ബേസിക് കാര്യമാണ്. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിരിക്കും ഞാൻ ഇനിയിപ്പോൾ ഈ ചാനൽ ഇടാൻ പോകുന്നത്. അല്ലെങ്കിൽ സ്പെസിഫിക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസും ഇടാം. ഇത് ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.